ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ മകളായി പ്രേക്ഷക പ്രിയങ്കരിയായി മാറിയ താരമാണ് എസ്തർ അനിൽ. ബാലതാരമായാണ് താരം അഭിനയരംഗത്തേക്ക് എത്തിയത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഹൈപ്പർ സെക്ഷലൈസ് ചെയ്യാനുള്ള പ്രവണത മലയാളികൾക്കുണ്ടെന്ന് എസ്തർ അനിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിന് പിന്നാലെ താരത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. ഇപ്പോഴിതാ അത്തരം വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എസ്തർ. പെട്ടെന്ന് വളർന്ന് താൻ ലീഡ് റോളിലെത്താൻ പാകമായി എന്ന് സിനിമാക്കാരെ അറിയിക്കാനുള്ള ഒരു ഹൈപ്പർ സെക്ഷൽ ഷോ ഓഫ് മലയാളത്തിലെ ചില ബാലതാരങ്ങളിലും കാണാറുണ്ട് എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇതിനെ പിന്തുണച്ച് മറ്റൊരു വ്യക്തിയും പ്രതികരിച്ചു. സിനിമകൾ കിട്ടാൻ വേണ്ടി നായികയാവാനുള്ള പ്രായമെത്തിയെന്ന് കാണിക്കാൻ വേണ്ടി അല്പവസ്ത്രവും ശരീരഭംഗിയും ഒക്കെ കാണിച്ച് പോസ്റ്റ് ചെയ്ത് അവരെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കുറ്റം മുഴുവൻ പറയുന്നവരുടെ മുകളിലാകും എന്നായിരുന്നു മറ്റൊരു കമന്റ്. ഇത്തരം കമന്റുകൾക്ക് ശക്തമായ മറുപടിയാണ് എസ്തർ നൽകിയിരിക്കുന്നത്. തുണി ഉരിയുന്നത് സിനിമ റോൾ കിട്ടാനാണെന്ന ഈ അസംബന്ധം നമുക്കൊന്ന് അവസാനിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ ഗ്ലാമറസ് ആയതുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ കഴിവുള്ള നായികമാരായി മാറിയ എത്ര പേരുണ്ട്? ഒരാൾ പോലുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താലും അതിൽ മറ്റുള്ളവർക്ക് എന്താണ് കാര്യം? മലയാള സിനിമ എന്നും നിലനിൽക്കുന്നത് കലാകാരന്മാരുടെ കഴിവിന്റെയും മികവിന്റെയും കരുത്തിലാണ്, അല്ലാതെ വെറും വസ്ത്രധാരണത്തിലോ നഗ്നത പ്രദർശനത്തിലോ അല്ല. ചിലർക്ക് സ്വന്തമായി ഒരു ജീവിതമില്ല എന്നതാണ് സത്യം. സഹോദര, എന്താണ് നിങ്ങൾക്കിത്ര പ്രശ്നം? കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയുള്ള വില കുറഞ്ഞ പ്രശസ്തിയാണോ ലക്ഷ്യം? എന്തായാലും സാരമില്ല. സാധാരണയായി ഇത്തരം കാര്യങ്ങളോട് താൻ പ്രതികരിക്കാറില്ല. പക്ഷേ ഇന്ന് ഇത്തരക്കാരെ ഒന്ന് തുറന്നു കാണിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. എസ്തർ അനിൽ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് പ്രതികരണം അറിയിച്ചത്.